അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫാത്തിഹ സൂറത്തിന്റെ 5-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇസ്തിആദ പഠിച്ചു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 2-ാമത്തെ ക്ലാസ്സിൽ ബസ്മലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചു. 3-ാമത്തെ ക്ലാസ്സിൽ ഹംദല എന്നാ പറയുന്നതിനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിന്. 4-ാമത്തെ ക്ലാസ്സിൽ അർ റഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ. ഈ 2 ആയത്തുകളും പഠിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്, ഈ സൂറത്തിലെ എന്നല്ല വിശുദ്ധ ഖുർആനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്, ഖുർആനിൻ്റെ ഇസ്ലാം എന്ന മതത്തിൻ്റെ, ദൈവിക മതത്തിൻ്റെ മർമ്മം, അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സഹോദരങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട പഠിതാക്കളെ, ആദ്യം മുതൽ അർത്ഥം പറഞ്ഞു നോക്കാം നമുക്ക്. ഇസ്തിആദത്തിന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാചകത്തിന്റെ അർത്ഥം, അഊദു ഞാൻ അഭയം തേടുന്നു, ഞാൻ ശരണം തേടുന്നു, ബില്ലാഹി അല്ലാഹുവിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി ശൈത്വാനിൽ നിന്ന്, പിശാജിൽ നിന്ന്. ആരാണ് പിശാജ്? അർ റജീം ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു. 2-ാമത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ല, ബിസ്മി എന്ന് പറഞ്ഞാൽ നാമത്തിൽ, ബി പ്ലസ് ഇസ്മ, അതാണ് ബിസ്മ. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ. ആരാണ് അള്ളാഹു? അർ റഹ്മാൻ, പരമകാരുണികനും, അർ റഹീം, കരുണാനിധിയും. അപ്പോ ഒന്നിച്ചർത്ഥം പറഞ്ഞാൽ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, ബ്രാക്കറ്റിൽ ഞാൻ ആരംഭിക്കുന്നു. ബ്രാക്കറ്റ് ചെയ്യാൻ കാരണം, ഞാൻ ആരംഭിക്കുന്നു എന്നതിന് ഈ സെന്റൻസിൽ, ഈ വാചകത്തിൽ വേർഡില്ല, പക്ഷെ അത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് മനസ്സിലാകും. അടുത്ത വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദലത്ത്, അൽഹംദുലില്ലാ. അൽഹംദു സർവസ്തുതിയും, സ്തുതിയുടെ എല്ലാ ഇനങ്ങളും, എല്ലാ ഭാവങ്ങളും, എല്ലാ രൂപങ്ങളും അത് അല്ലാഹു, ലില്ലാഹി അല്ലാഹുവിനാകുന്നു. ആരാണ് അല്ലാഹു? റബ്ബി, അവൻ നാഥനാണ്, രക്ഷിതാവാണ്. അൽ ആലമീൻ, സർവലോകങ്ങളുടെയും, സർവലോകരുടെയും. 2 മീനിങ് പറഞ്ഞിരുന്നു അന്ന്. സർവലോകരുടെയും, സർവലോകങ്ങളുടെയും. ആ ലോകർ അല്ലെങ്കിൽ ലോകങ്ങൾ എന്ന് മാറ്റിയിട്ട് സർവലോക രക്ഷിതാവ് എന്ന് കൂട്ടി വായിക്കാം. റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹു സർവലോക രക്ഷിതാവ് മാത്രമല്ല, അർ റഹ്മാൻ, പരമകാരുണികനാണ്, അർ റഹീം, കരുണാനിധിയുമാണ്. അതുമാത്രമല്ല, മാലിക്, അവൻ ഉടമസ്ഥനാണ്, ഓണറാണ്.
എന്തിൻ്റെ? യൗം, ദിവസത്തിന്റെ, ദിനത്തിന്റെ. ഏത് ദിനമാണ്? അദ്ദീൻ, മാലിക്കി യൗമിദ്ദീൻ. ദീൻ എന്നതിന്റെ, ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, പ്രതിഫല ദിനത്തിന്റെ, പ്രതിഫല നാളിന്റെ, അതാണ് യൗമുദ്ദീൻ. അതിന്റെ ഉടമസ്ഥനാകുന്നു, ഓണറാകുന്നു അള്ളാഹു. അപ്പോ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനും പരമകാരുണികനും കരുണാനിധിയും സർവലോകങ്ങളുടെയും രക്ഷിതാവുമായ അള്ളാഹുവിനാകുന്നു അൽഹംദു, സർവസ്തുതിയും. ഇങ്ങനെയാണ് അർത്ഥം വരിക. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏതാണ്ടൊരു 20 മിനിറ്റിനുള്ളിൽ എങ്കിലും ഒന്ന് ആവർത്തിച്ച് നമ്മൾ വായിച്ചു നോക്കണം, അല്ലെങ്കിൽ പറഞ്ഞു നോക്കണം. മനപ്പാടുള്ള സൂറത്തായതുകൊണ്ട് പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും, പിന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് മറന്നു പോകാതിരിക്കാനുള്ള മനഃശാസ്ത്രപരമായ പഠനം അങ്ങനെയാണെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത വാചകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂറത്തിലെ എന്നല്ല, വിശുദ്ധ ഖുർആനിലെ നമ്മൾ നെഞ്ചിൽ കൈകെട്ടി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തുന്ന നമസ്കാരം അഥവാ പ്രാർത്ഥന. സ്വലാത്ത് എന്ന വാക്കാണ് നമസ്കാരത്തിന് അറബിയിൽ പറയുക. അതിന്റെ ശരിയായ മീൻ പ്രാർത്ഥന എന്നാണ്. ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി അവസാനത്തെ സലാം വീട്ടിൽ അവസാനിക്കുന്ന പ്രത്യേക രൂപത്തിലുള്ള കർമ്മത്തിന് ആണ് സ്വലാത്ത് എന്ന് ഇപ്പൊ പറയുന്നത്. നേരത്തെ അതിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് അള്ളാഹുവിന്, ഇപ്പോ നമ്മൾ ഈ 3 വചനങ്ങളിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നീ വാചകങ്ങളിൽ നടത്തിയ കീർത്തനം, ആ കീർത്തനത്തെക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യത്തിൽ നമ്മൾ കൈകെട്ടി നിന്ന് ചെയ്യുന്നത്. അത് ഇനി പറയുന്ന ആയത്താണ്. ആ ആയത്ത് ഒരു ഓത്താണ്. ഓത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാട്ടാ ഒരു പ്രതിജ്ഞയാണ്, ഒരു ഖസം, ഒരു സത്യം ചെയ്യലാണ്, ഒരു പ്രതിജ്ഞയാണത്. ആ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതിനു വേണ്ടിയാണ് പടച്ചവൻ നമ്മളെ കൈകെട്ടിച്ച് നിർത്തിയിട്ടുള്ളത്. ഇതിനു വേണ്ടി നമസ്കാരത്തിന്റെ അടക്കം ഒതുക്കം എന്നതിന്റെ ഭാഗമാണ് കൈകെട്ടി നിൽക്കൽ. അപ്പൊ നമ്മൾ അടങ്ങി നിന്നുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ ശിരസ് കുനിച്ച് നമ്മൾ സുജൂദിന്റെ സ്ഥാനത്തേക്കാ നോക്കുക. ആ സുജൂദിന്റെ സ്ഥാനത്ത് നോക്കി നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ശിരസ് നമിച്ചു നിന്നുകൊണ്ട്, കുനിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നടത്തുന്ന പ്രതിജ്ഞയാണ് ഈ ആയത്ത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇയ്യാക്ക എന്ന വാക്കിലെ അതിനൊന്ന് ഒന്ന് വിഭജിച്ച് പഠിക്കാം നമുക്ക്. ഇയ്യ എന്ന വാക്ക് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് ഈ ക എന്ന ഇയ്യാക്ക എന്നതിലെ ക എന്ന വാക്കിനെ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്തിനാണ് ക അവിടെ കൊണ്ടുവന്നത് എന്നതിന് ഈ ചെറിയൊരു വിശദീകരണം ആവശ്യമുണ്ട്. ക എന്നത് മദ്രസയിൽ അത്യാവശ്യം പോയവരായിരിക്കുമല്ലോ അവിടെ പഠിക്കാനിരിക്കുന്നത്. അതല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ് വരെ മിക്കവാറും പൊതുവിദ്യാലയങ്ങളിലാണ് പഠിച്ചതെങ്കിൽ അവിടെ അറബി പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ നീ എന്നതിന് അൻത എന്ന വാക്ക് പഠിച്ചിട്ടുണ്ടാവും. അൻത എന്ന് പറഞ്ഞാൽ നീ എന്നർത്ഥം. എന്നാൽ നിന്നെ എന്ന് പറയാൻ വേണ്ടി അൻത അല്ല പറയുക. നിന്നെ എന്ന് പറയാൻ വേണ്ടി അൻതയുടെ വേറൊരു രൂപമായ ഖ എന്ന വാക്കാണ് പറയുക. അതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഒരാളെ കാണുമ്പോൾ സലാം പറയാറില്ലേ? അസ്സലാമു അലൈക്കും എന്നാണ് പറയുക. അസ്സലാമു അലൈക്കും. അല പ്ലസ് അൻതും, നിങ്ങൾക്ക് എന്ന് പറയാൻ വേണ്ടി അൻതും എന്നാണ് ശരിയായ നിങ്ങൾ എന്നതിനുള്ള വാക്ക് എങ്കിലും അൻത പോലെ വേറെ അതിന്റെ ബഹുവചന രൂപമാണ് അൻതും. അത് പറയാതെ അവിടെ കും എന്ന വാക്കാണ് പറയുക. അൻതും എന്നതിന്റെ വേറെ രൂപമാണ്. നിങ്ങൾക്ക് എന്ന് പറയാൻ വേണ്ടി അല പ്ലസ് അൻതും സമം അല അൻതുമല്ല അലൈക്കും. ഇതുപോലെ അൻത എന്നതിന്റെ അവിടെ കും വന്നതുപോലെ അൻത എന്നതിന്റെ വേറൊരു രൂപമാണ് ക. ഓക്കെ, ഈ ക എന്ന നിന്നെ
എന്നർത്ഥം വരുന്ന ക എന്നതിനെ ആദ്യം കൊണ്ടുവന്നത് സാധാരണ ക്രിയക്ക് ശേഷം, നഅ്ബുദു ആണ് ഇതിലെ ക്രിയക്ക് ശേഷമാണ്, വെർബിന് ശേഷമാണ് അറബിയിൽ മിക്കവാറും ഒബ്ജക്റ്റ് പറയുക. അപ്പോ നഅ്ബുദുക എന്നാണ് ശരിക്ക് പറയേണ്ടത്, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നാണ്. നഅ്ബുദുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ് വരിക. എന്നാൽ ക എന്നതിനെ ആദ്യം കൊണ്ടുവന്നത് നിന്നിൽ മാത്രം ഞങ്ങൾ പരിമിതപ്പെടുത്തുന്നു ആരാധനയെ, ഇബാദത്തിനെ. ഈ പരിമിതപ്പെടുത്താൻ വേണ്ടി ഹസ്ർ എന്ന് അറബിയിൽ പറയുന്ന വാക്കാണത്. ഹസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക, പരിമിതപ്പെടുത്തുക. എന്തിനെ? ഇബാദത്തിനെ. നഅ്ബുദു എന്നതിന്റെ ശരിയായ മസ്ദർ ഇബാദത്താണ്. ഇബാദത്ത് എന്ന നഅ്ബുദുൽ അടങ്ങിയ ആ വാക്കിനെ അള്ളാഹുവിൽ പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ് കായിനെ ആദ്യം കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ഇയ്യ എന്ന വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഭംഗിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇനി ആ ഇയ്യ ഒഴിവാക്കിയിട്ട് നമ്മൾ വാക്കി വായിച്ചു നോക്കുക. നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും വാക്കിന്, ആ സെന്റൻസിന് ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ആ ഭംഗിക്ക് വേണ്ടിയാണ് സത്യത്തിൽ ഇയ്യ എന്ന വാക്കിനവിടെ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഇയ്യ എന്നതിന് അർത്ഥമില്ല, ഇയ്യ ഭംഗിക്കുള്ളതാണ്. അർത്ഥമുള്ളത് ഏതിനാണ്? ക എന്ന വാക്കിനാണ്. നിന്നെ എന്ന അർത്ഥം. അത് ക്രിയക്ക് മുമ്പ് വന്നതുകൊണ്ട് മാത്രം എന്നും അർത്ഥം കൂടി വരും. അപ്പൊ നിന്നെ മാത്രം, ഇയ്യാക നഅ്ബുദു. നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നഅ്ബുദു എന്ന ക്രിയയുടെ ധാതു ഇബാദത്താണ്. ഇബാദത്ത്, നമ്മളെ ഇബാദത്തിന് പൊതുവിൽ അർത്ഥം പറയാറുള്ളത് ആരാധന എന്നാണ്. അപ്പോ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നഅ്ബുദു. അടുത്തത് വ ഇയ്യാക. അവിടെ അതുപോലെ തന്നെയാണ്. ഇയ്യ എന്നതിന് അർത്ഥമില്ല. വാവ് ഇംഗ്ലീഷിലെ ആൻഡിന് തുല്യമാണ്. AND, ആൻഡ്. ഒന്നിനോട് വേറൊന്നിനെ പ്ലസ് ചെയ്ത് പറയാൻ വേണ്ടി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും എന്ന് വരുത്ത അർത്ഥം കിട്ടാനാണ് വാവ് ഇടയിൽ വെച്ചിട്ടുള്ളത്. പിന്നെയോ വ ഇയ്യാക, അവിടെയും ക ആദ്യം കൊണ്ടുവന്നത് പരിമിതപ്പെടുത്താനാണ്. ആരെ? അൻത, നിന്നെ മാത്രം എന്ന് പറയാനാണ് ക ആദ്യം കൊണ്ടുവന്നത്. പിന്നെയാണ് ക്രിയ വന്നത്. ക്രിയ എന്താണ്? നസ്തഈനു. നസ്തഈനു എന്നതിന്റെ ധാതു ഔന് എന്ന വാക്കാണ്. ഔൻ, ഐന്, വാവ്, നൂന്, ഔൻ. ഔൻ എന്ന വാക്കിന്റെ അർത്ഥം സഹായം എന്നാണ്. നമ്മൾ മുഈനുദ്ദീൻ എന്ന വാക്കൊക്കെ, ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. മുഈനുദ്ദീൻ, അതൊക്കെ ഈ വാക്കിൽ നിന്നുള്ളതാണ്, ഔനി എന്നുള്ളതാണ്. മുഈനുദ്ദീൻ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പേരിടാറുണ്ടല്ലോ മുഈനുദ്ദീൻ എന്ന്. മഹീദ്ദീൻ എന്നപോലെ വേറൊരു വാക്കാണ് മുഈനുദ്ദീൻ. മുഈൻ എന്ന് പറഞ്ഞാൽ സഹായി എന്നർത്ഥം. ഇവിടെ ഔൻ എന്ന വാക്കിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള, ഉത്ഭവിച്ചിട്ടുള്ള, പുറത്തു വന്നിട്ടുള്ള ഒരു വാക്കാണ് നസ്തഈനു. നഅ്ബുദു എന്ന തൊട്ടു മുമ്പിലെ വാക്കിന്റെ അർത്ഥം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നതാണെങ്കിൽ, നസ്തഈനു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞങ്ങൾ ഔന് തേടുന്നു. ഞാൻ പറഞ്ഞല്ല ഔനിൽ നിന്നാണ് നസ്തഈനു ഉണ്ടായതെന്ന്. ഔൻ എന്ന് പറഞ്ഞാൽ സഹായം എന്ന വാക്ക് അർത്ഥമാണെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സഹായം തേടുന്നു. ആരോട്? അത് ആരോടാണെന്നുള്ളത് തൊട്ടു മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇയ്യാക വ ഇയ്യാക, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഓക്കെ, ആ തേടുകയും ആ വരാനാണ് വാവ് ഇടയിൽ വെച്ചിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക, നിന്നോട് മാത്രം നസ്തഈൻ, ഞങ്ങൾ സഹായമർത്ഥിക്കുകയും അഥവാ സഹായം തേടുകയും ചെയ്യുന്നു. നോക്കൂ, ഇതാണ് ഇസ്ലാമിന്റെ കാതൽ, ഇസ്ലാമിന്റെ ബേസ്. നമ്മളെ കൈകെട്ടി നിർത്തി പടച്ചവൻ നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്. എത്ര തവണ? പെർ ഡേ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിം 17 തവണ നിർബന്ധമായും ഇത് ചൊല്ലിയിരിക്കണം, ഈ പ്രതിജ്ഞ, ഓരോ റക്അത്തിലും. അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതാതെ ഒരാൾ നമസ്കരിച്ചാൽ അയാൾക്ക് ആ നിസ്കാരമില്ല. ചില റിപ്പോർട്ട് പ്രകാരം ആ റക്അത്തില്ല എന്നാണ്. ഏത് റക്അത്തിലാണോ അദ്ദേഹത്തിന്, മുസല്ലി അഥവാ നമസ്കാരക്കാരന്, ഫാത്തിഹ ഓതാൻ കഴിയാതെ പോയത്,
ചില ആളുകൾ എങ്ങനെ പറയാറുണ്ട്, എന്ത് ഫാത്തിഹ ഇമാം ഓതിയിട്ടുണ്ടല്ലോ, നമ്മൾ ഇമാമിന്റെ പിറകിൽ നിസ്കരിക്കുമ്പോൾ ഇമാമിനെ നമുക്ക് റുക്കൂയിൽ വെച്ച് കിട്ടിയാൽ തന്നെ ആ റക്അത്ത് കിട്ടും എന്ന് പൊതുവിലൊരു വാദമുണ്ട്. പക്ഷെ അത് ഈ ഹദീസ് ഇതുപോലത്തെ വേറെയും ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആ വാദം അത്ര ശരിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്നതാണ് ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ സൂക്ഷ്മതക്ക് വേണ്ടിയെങ്കിലും, മറ്റു തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സൂക്ഷ്മതക്ക് വേണ്ടിയെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഫാത്തിഹ ഇമാമിനെ റുക്കൂയിൽ വെച്ച് നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ഫാത്തിഹ നമുക്ക് സ്വന്തമായിട്ട് ഓതി തീർക്കാൻ, മഅ്മൂമിന് ഓതി തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ റക്അത്ത് ആവർത്തിക്കുന്നതാണ്, അഥവാ പിന്നീട് ഇമാം സലാം വീട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൂക്ഷ്മതക്ക് നല്ലത് അതാണ്. ഓക്കെ, അപ്പൊ നിർബന്ധമാണെന്ത് ഫാത്തിഹ ഓതൽ. ഈ ഫാത്തിഹ നിർബന്ധമായി മോദിക്കുന്നത് പടച്ചവൻ ഓരോ വഖത്തിലും ഓരോ റക്അത്തിലും നമ്മളെ കൊണ്ട് ഇതിങ്ങനെ ചൊല്ലിക്കുകയാണ്. നിങ്ങൾ പറയ്, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. നിങ്ങൾ പറയ്, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഓക്കെ, പടച്ചവന്റെ ലക്ഷ്യം മനസ്സിലായില്ലേ? വളരെ ചെറിയൊരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. പക്ഷെ അതിൽ അടങ്ങിയിട്ടുള്ള ആശയത്തിന്റെ വൈപുല്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ റഹ്മത്തിന്റെ വലിപ്പം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അധികാരത്തിന്റെ വലിപ്പം, പടച്ചവന്റെ മരണാനന്തരമുള്ള ജീവിതത്തിലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അവിടുത്തെ മുൽക്ക്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ ആ അധികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പടച്ചവന് നമ്മൾ ഹംദ് അർപ്പിച്ചു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ ഈ ആയത്തിൽ വളരെ ചെറിയ ഏതാനും വാക്കുകൾ മാത്രമേ ഉള്ളൂ. എണ്ണി നോക്കിയാൽ ചുരുക്കം ചില അക്ഷരങ്ങൾ മാത്രമേ സത്യത്തിൽ ഇതിലുള്ളൂ. അക്ഷരങ്ങൾ പോലും അത്ര ചെറുതാണ്, പക്ഷെ ഇതിന്റെ ആശയം വളരെ വലുതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിലേക്ക് കയറാനുള്ള കവാടമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ചുരുക്കമാണ് സത്യത്തിൽ, വേറെ രൂപമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത്. ഇനി നമുക്ക് എന്താണ് ഇബാദത്ത് എന്ന്, എന്താണ് ഇസ്തിആനത്ത് എന്ന് ചർച്ച ചെയ്യാം. ഈ ആയത്തിൽ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പാരായണത്തിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, വരുത്താൻ സാധ്യതയുള്ള ആളുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് കൂടി പറയട്ടെ കേട്ടോ. ചില ആളുകൾ ഈ ഐൻ, നസ്തഈനിലെ ഐൻ ഉച്ചരിക്കാൻ വേണ്ടി ഈ പരിചയക്കുറവ് കൊണ്ട്, പ്രാക്ടീസിന്റെ കുറവ് കൊണ്ട് എന്ത് ചെയ്യും, നേരത്തെ തന്നെ നമ്മുടെ മൗത്ത് എന്ന് പറഞ്ഞാൽ അറബി മൗത്ത് അല്ല കേട്ടോ, ഇംഗ്ലീഷ് മൗത്ത്, വായ, അത് ഇങ്ങനെ ഒരു പരുവത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ വാക്ക് തുടങ്ങുന്നത് മുതൽ തന്നെ അതിനനുസരിച്ച് ആ ഐനിനനുസരിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളെയും തെറ്റിച്ച് പറയും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറഞ്ഞു കളയും. ഐൻ ഉച്ചരിക്കാൻ വേണ്ടി നൂനിന് അറബിയിലില്ലാത്ത ഈ ഓകാരമൊക്കെ കൊടുക്കും. നസ്തഈൻ അല്ല, നെസ്തായാണ്. അതുപോലെ നസ്തഈൻ അല്ല, ത്വാ അല്ല അക്ഷരം, ത ആണ്. രണ്ട് കുത്തുള്ള അക്ഷരമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ അല്ല, നസ്തഈൻ. ഐനിന്റെ സമയമാകുമ്പോൾ മാത്രമേ നമ്മൾ ആ ഐനിന് വേണ്ടി നമ്മുടെ ഈ മഖ്റജ് ക്ലിയർ ചെയ്യേണ്ടതുള്ളൂ. നേരത്തെ ശരിയാക്കി വെക്കേണ്ടതില്ല. അത് പ്രാക്ടീസിന്റെ കുറവ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നമ്മുടെ ഉച്ചാരണത്തിൽ, നമ്മുടെ പാരായണത്തിൽ വരുന്ന മിസ്റ്റേക്ക്. നേരത്തെ പറഞ്ഞ ഇബാദത്ത് എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇബാദത്ത് എന്നതിന് പരമമായ വണക്കമെന്നും അങ്ങേയറ്റത്തെ വിനയമെന്നും ഒക്കെ അർത്ഥമുണ്ട് ഭാഷയിൽ. പരമമായ വണക്കമെന്നും അങ്ങേയറ്റത്തെ വിനയമെന്നും ഒക്കെയാണ് ഭാഷയിൽ അർത്ഥം. ഇസ്ലാമികമായി അതിന് പറയുന്ന അർത്ഥം അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, അത് വാക്ക്, പ്രവൃത്തി, ചിന്ത പോലും എന്താണ്, ഇബാദത്തിന്റെ പരിധിയിൽ വരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും
ഞാൻ അള്ളാഹുവിന് വേണ്ടിയേ ചെയ്യൂ എന്ന അർത്ഥമാണ് അതിന് വരിക, വ്യാഖ്യാനമാണ് അതിന് വരിക. എന്നാൽ സത്യത്തിൽ ഇബാദത്ത് എന്നാൽ എന്താണ് എന്ന് നേരത്തെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടാ പോയത്. എന്താണ് ഇബാദത്ത്? ഒരു കൺഫ്യൂഷനും വേണ്ടാത്ത വിധം അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഒരായത്ത് ഓതിയിട്ടാ നബി അത് പറഞ്ഞത്. ആ ആയത്ത് ഇതാണ്, ശ്രദ്ധിച്ചോളണേ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആയത്തിന്റെ അർത്ഥം കൂടി പറയാം, അപ്പൊ കുറച്ച് ക്ലിയർ ആവും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനി, ഉദ്ഊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങൾ ദുആ ചെയ്തു കൊള്ളൂ. ആരോട്? ഉദ്ഊനി, എന്നോട്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ. ആ ആയത്തിന്റെ ആദ്യ ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗം ആയത്ത് ഒന്ന് തന്നെ കേട്ടോ, സെയിം ആയത്താണ്. അതിന്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന, ആരാണോ, നിശ്ചയം ആരാണോ അഹങ്കാരം കാണിക്കുന്നത്, വിമുഖത കാണിക്കുന്നത്, അൻ ഇബാദത്തി, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ. ഓക്കെ, ആയത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ എന്താ പറഞ്ഞത്? എന്നോട് ദുആ ചെയ്യൂ എന്നാണ്. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നാണ്. ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലോ, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും വിമുഖത കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ കടക്കും എന്നാണ്. ഓക്കെ, എന്നിട്ട് നബി പറഞ്ഞു, ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ആയത്തിന്റെ ആദ്യ ഭാഗത്ത് ദുആ എന്ന് പറഞ്ഞല്ലോ, എന്നോട് ദുആ ചെയ്യുമെന്ന്. രണ്ടാമത്തെ ഭാഗത്ത് എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അഹങ്കാരം കാണിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദുആ തന്നെയാട്ടോ ഇബാദത്ത്. അദ്ദുആഉ, നബി അറബിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത്, ദുആ തന്നെയാണ് ഇബാദത്ത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നബിയുടെ ഡെഫിനിഷനാണ്, നബി ഡിഫൈൻ ചെയ്തതാണ് ഇബാദത്ത് എന്ന വാക്കിനെ. ഇയ്യാക നഅ്ബുദു എന്ന് നമ്മളപ്പോൾ അർത്ഥം പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താ? നബിയുടെ ഈ വ്യാഖ്യാന പ്രകാരം ഞങ്ങൾ നിന്നോട് മാത്രം ദുആ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരിക. ഇബാദത്ത് ചെയ്യുന്നു പറഞ്ഞാൽ ദുആ ചെയ്യുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യൂ. കൈകെട്ടി നിന്ന് പടച്ചവന്റെ മുമ്പിൽ നടത്തുന്ന പ്രതിജ്ഞയാണ് ഇത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ, അഥവാ നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യൂ. ഇതുപോലത്തെ അനേക ആയത്തുകളുണ്ട്. ഒരേ ഈ ആശയത്തെ കുറിക്കാൻ വേറെ ഒരു വാക്കുകൂടി പ്രയോഗിക്കുന്ന ഖുർആനിലെ ചില രീതികളുണ്ട്. ആ രീതിയിൽ അധികവും നമുക്ക് കാണാവുന്നത് ഈ ദുആഉ ഇബാദത്തുമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് വാപ്പ. ഇറക്കി വിടുകയല്ല, നീ ഇത് നിന്റെ ഈ പ്രബോധനം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിന്റെ ഈ ഉപദേശം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ അർജുമന്നക്, ഞാൻ നിന്നെ എറിഞ്ഞു ഓടിക്കും കേട്ടാ എന്ന് വാപ്പയാണ്, സ്വന്തം വാപ്പ പറയുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി പറയുന്ന വാക്ക് മറുപടി ഇങ്ങനെയാണ്, ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ വഅതസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ് വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ വഅതസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന വസ്തുക്കളെയും ഞാൻ വിട്ടൊഴിഞ്ഞു പോവുകയാണ്. വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, എന്നിട്ട് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം ദുആ ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അത് തുടരുകയാണ് ഞാനിനി. അപ്പോ ദുആ എന്ന വാക്കാണ്, വാപ്പാനോട് പറയാണ് നിങ്ങൾ ദുആ ചെയ്യുന്ന വസ്തുക്കളെ ഞാൻ ഒഴിവാക്കുന്നു, ഞാൻ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. എന്നിട്ട് അതിന് തൊട്ടടുത്ത ആയത്ത് ഇങ്ങനെയാട്ടോ, ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു, അവരെയും അവർ പ്രാർത്ഥിക്കുന്ന വസ്തുക്കളെയും ഉപേക്ഷിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. അദ്ദേഹം പോയപ്പോൾ എങ്ങനെയാണ് പോയത്? ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവിടെ തൊട്ടടുത്ത ആയത്തിൽ അദ്ദേഹം ഉപേക്ഷിച്ചു പോയ അതേ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ദുആ എന്ന വാക്കല്ല ഖുർആൻ. വമാ യഅ്ബുദൂന, അവർ ഇബാദത്ത് ചെയ്തു വന്ന വസ്തുക്കൾ അവയെയും ഉപേക്ഷിച്ചപ്പോൾ. അപ്പൊ ആദ്യത്തെ ആയത്തിൽ തദ്ഊന എന്ന് പറഞ്ഞ അതേ മീനിങ്ങിലാണ് രണ്ടാമത്തെ ആയത്തിൽ യഅ്ബുദൂന എന്നും പറഞ്ഞത്, യദ്ഊന യഅ്ബുദൂന. അപ്പൊ ദുആ ഇബാദത്ത് രണ്ടും ഒന്നു തന്നെ എന്ന് ഖുർആൻ, ഇത് സൂറത്തു മറിയമിലെ ആയത്താണ്. അവിടെ മാത്രമല്ല കേട്ടോ, അനേകം സ്ഥലങ്ങളിൽ ദുആ ഇബാദത്തും ഒരേ മീനിങ് ആണെന്ന് ഖുർആൻ നമുക്ക് ഇങ്ങനെ അടിവരയിട്ട് പറഞ്ഞു തരുന്നുണ്ട്.
അപ്പൊ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അഥവാ നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യൂ. വ ഇയ്യാക നസ്തഈൻ. ഇനി ദുആയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഔൻ, സഹായതേട്ടം. പല കാര്യങ്ങൾക്ക് നമ്മൾ അള്ളാഹിനെ വിളിക്കും. സഹായതേട്ടം എന്ന് പറയുന്നത് പ്രത്യേകം പറയുകയാണ് അള്ളാഹു. വ ഇയ്യാക, നിന്നോട് മാത്രമേ, നസ്തഈനു, ഞങ്ങൾ സഹായത്തിനർത്ഥിക്കൂ, സഹായം ചോദിക്കൂ, സഹായത്തിന് തേടൂ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയും, അല്ലെങ്കിൽ നെഞ്ചിലല്ല, നെഞ്ചിന് താഴെ എവിടെയാണോ നമസ്കരിക്കുന്ന ആണും പെണ്ണും കൈവയ്ക്കുന്നത് അവിടെ കൈവച്ച് നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് പ്രതിജ്ഞ ചെയ്യൂ. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 17 വട്ടം ചുരുങ്ങിയത്. നമ്മളിൽ പലരും 17 വട്ടമൊന്നുമല്ല ഒരു ദിവസം നിസ്കരിക്കുന്നത്, ഈ ഫാത്തിഹ ഓതുന്നത്. അതിലും എത്രയോ തവണ കൂടുതലായിട്ടാണ് നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങളും അല്ലാതെ രാത്രി നമസ്കാരങ്ങളൊക്കെ ആയിട്ട് പലരും ചെയ്യാറുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ, ഈ അവസരങ്ങളിലൊക്കെ അള്ളാഹുവോട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, പടച്ചവനെ നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ, അഥവാ നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യൂ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കൂ. പിന്നെ അത് ലംഘിക്കാവോ? അത് ലംഘിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന ഇസ്ലാമിലേക്കുള്ള പ്രവേശന കവാടം, അതാണ് പ്രവേശന കവാടം. അത് എല്ലാ കാലത്തും അതുണ്ടാകും. അടുത്തത് പലപ്പോഴും വ്യത്യാസപ്പെടും. അടുത്തെന്താണ്? വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അത് നമ്മുടെ ഉമ്മത്തിന്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനാണ്. അതിനു മുൻപുള്ള ഈസാ നബിയുടെ ഉമ്മത്തിനാണെങ്കിൽ വഅന്ന ഈസാ റസൂലുള്ളയാണ്. മൂസാ നബിയുടെ കാലത്താണെങ്കിൽ വഅന്ന മൂസാ റസൂലുള്ളയാണ്. നൂഹ് നബിയുടെ കാലത്താണെങ്കിൽ വഅന്ന നൂഹൻ റസൂലുള്ളയാണ്. ഓരോ കാലത്തും രണ്ടാമത്തെ സാക്ഷ്യവചനം വ്യത്യാസപ്പെടും, ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒന്നാമത്തേത് ഈ പ്രപഞ്ചം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ, ഇനി അതിനപ്പുറത്തേക്ക് എത്ര കാലമാണോ പ്രപഞ്ചം ആരംഭിച്ചിട്ടുണ്ടായത്, എത്ര കാലമാണോ ഉണ്ടാവുക, അക്കാലം അത്രയും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായി വേറെ ഒരാളുമില്ല. ഇയ്യാക നഅ്ബുദു, എന്തുകൊണ്ടാ ഇങ്ങനെ പ്രതിജ്ഞ ചൊല്ലിക്കണം എന്നറിയാമോ? ഈ മനുഷ്യ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇതിനെതിരില്ല ജീവിക്കുന്നത്, ഇതിനെതിരില്ല വിശ്വസിക്കുന്നത്, ഇതിനെതിരില്ല പ്രവർത്തിക്കുന്നത്, ഇതിനെതിരില്ല നിലകൊള്ളുന്നത് എന്ന് മാത്രമല്ല, ഇങ്ങനെ വിശ്വസിക്കുന്ന, ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ പരമാവധി ദ്രോഹിക്കുന്നുണ്ട്. അവർക്കത് ഇഷ്ടമല്ല. ഇതിനെതിരിലുള്ള അഥവാ ഈ വിശ്വാസവുമായി ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടമല്ല. ഇത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون. പ്രവാചകരെ, അള്ളാഹു ഏകനാണ് എന്നെങ്ങാനും ഈ കൂട്ടരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സുകൾ, ഹൃദയങ്ങൾ അറച്ചു ചുളുങ്ങും. ഇഷ്മഅസ്സ എന്ന വാക്കിന്റെ അർത്ഥതാണ് ചുളിഞ്ഞു പോകും. ആ ചുളിവ് അവരുടെ മുഖത്ത് കാണാൻ പറ്റും. ഒരുതരം അനിഷ്ടവും നീരസവും മുഖത്ത് വരും. അതുകൊണ്ടാണ് ഇപ്പൊ വാങ്കുളിക്കാൻ പാടില്ല, ഭയങ്കര വിവാദങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ പള്ളിയിൽ നിന്ന് സദാ വിളിച്ചു പറയണത് അല്ലാഹുവല്ലാതെ വേറെ ദൈവമില്ല എന്നല്ലേ? അപ്പൊ ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ, മനസ്സിലായോ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവമാണെന്നാണ് ഇവരുടെ ധാരണ. ഈ പ്രപഞ്ചത്തെ പടച്ച ഏകനായ ദൈവത്തെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ചാണ് ഈ പ്രയോഗം നടത്തുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞാണത്. അള്ളാഹു എന്ന വാക്ക് നമ്മൾ ആദ്യം ചർച്ച ചെയ്തതാണ്. എന്ന് ചിലർക്ക് അറിയായികയാണ്, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ ഏകത്വത്തെ എതിർക്കുന്നു. വഇദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ, സൂറത്തുൽ ഇസ്രായിൽ ആയത്താണ്. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് സൂറത്തു സുമറിലേതാണ്, ഇപ്പൊ ഓതിയ ആയത്ത് സൂറത്തു അൽ ഇസ്രായിലേതാണ്. വഇദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു, നീ അള്ളാഹുവിന്റെ ഏകനായ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് സംസാരിച്ചാൽ വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ, അവർ വിരണ്ടോടുന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ അനിഷ്ടത്തോടെ പിന്തിരിഞ്ഞ് പൊയ്ക്കളയും. അവർക്ക് ഇഷ്ടമല്ല അത് കേൾക്കണത്. ഏകത്വം അതവർക്ക് ഇഷ്ടമേ അല്ല. അവര് ബഹുദൈവാരാധകരാണ്. ചില ആളുകൾ വാക്കുകൊണ്ട് പറയും, വായുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്ന്. സത്യത്തിൽ അവർ ക്രൈസ്തവരെ പോലെ ത്രിയേകത്വം കൊണ്ടു നടക്കുന്നവരാണ്. ദൈവത്തിന് പുത്രനുണ്ട്, അങ്ങനെ ദൈവത്തിന് പുത്രനെ സങ്കല്പിക്കുന്നവർ, ദൈവത്തിന് പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ,
അത് ജാഹിലിയ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പേ ഉള്ളതാണ്. ആദം നബിയുടെ കാലശേഷം വളരെ ചുരുങ്ങിയ കാലം മാത്രമേ മനുഷ്യ സമൂഹം ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുള്ളൂ. അധികം കഴിയാതെ വൈകാതെ തന്നെ അവരെ പിശാച് അള്ളാഹുവിനെ വെല്ലുവിളിച്ചതുപോലെ ഒട്ടും വൈകാതെ അവരെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ ഇബ്ലീസിന് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇബ്ലീസിന്റെ കൂടെ പോകാൻ മനുഷ്യകുലത്തിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. അവരായിരുന്നു മഹാഭൂരിപക്ഷവും. അപ്പോഴാണ് അള്ളാഹു നൂഹ് നബി അയച്ചത് അവരെ നന്നാക്കാൻ. 5 ദൈവങ്ങളെയാണ്, 5 വിഗ്രഹങ്ങളെയാണ്, 5 ആളുകളെയാണ് അവർ പ്രാർത്ഥിച്ചത്. വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റ. സൂറത്ത് നൂഹിൽ ആ 5 ദൈവങ്ങളുടെയും അവർ പ്രാർത്ഥിച്ച 5 ബിംബങ്ങളുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ആളുകളൊക്കെ പഴയ കാലത്ത് നൂഹ് നബിക്ക് മുൻപ് അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് മുൻപ് ജീവിച്ച നല്ല മനുഷ്യരായിരുന്നു. ആ മനുഷ്യരുടെ മുഖം മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ വേണ്ടി, ആളുകൾക്ക് അവർ വിസ്മൃതിയിലായി പോകാതിരിക്കാൻ വേണ്ടി ആരോ അവരുടെ രൂപങ്ങൾ കൊത്തിവെച്ചു. പിന്നീട് വന്ന ആളുകളോട് പിശാച് ഓതിക്കൊടുത്തു, മന്ത്രിച്ചു. ഇത് നിങ്ങളുടെ മുൻഗാമികൾ ആരാധിച്ച ദൈവങ്ങളാണ്, നിങ്ങളും ഇതിനെ തന്നെ ആരാധിച്ചുകൊള്ളുന്നു. അക്കാലത്ത് തുടങ്ങിയതാ ഇത്. അങ്ങനെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ആ വിശ്വാസത്തിലായി. അപ്പോൾ അള്ളാഹു നൂഹ് നബി അയച്ചു അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഏകദൈവ വിശ്വാസത്തിലേക്ക്. അവർ വന്നില്ലെന്ന് മാത്രമല്ല, എതിർത്ത് നിന്നു. നൂഹ് നബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അക്കാലം മുതൽ ഇക്കാലം വരെ ഏകദൈവ വിശ്വാസം പറയുന്നവരൊക്കെ ഭ്രാന്തന്മാരാണ്. നമുക്കത് കാണാൻ കഴിയും. നമ്മളെ പലർക്കും ഇഷ്ടമില്ലാത്തത് അതുകൊണ്ടാണ്. നമ്മളുടെ ചുറ്റുപാടുമുള്ള പല ആളുകൾക്കും നമ്മളോട് നീരസമുള്ളത്, ഏകദൈവ വിശ്വാസികളോട് വെറുപ്പുള്ളത് ഇതുകൊണ്ടാണ്. ഇതേ കാരണം കൊണ്ടാണ് അഹ്ലുൽ കഹ്ഫ് എന്ന് പറയുന്ന, നമ്മൾ ഇന്നും ഓതിയല്ല സൂറത്ത്, ഗുഹയിൽ അഭയം തേടിയ ഏതാനും ചെറുപ്പക്കാര് അവർ നാട് വിട്ടോടി ഒരു ഗുഹയിൽ അഭയം തേടേണ്ടി വന്നത് ഇതേ ഏകദൈവ വിശ്വാസം കൊണ്ടു കാണുന്നതുകൊണ്ടാണ്. ഇതേ ഏകദൈവ വിശ്വാസത്തിന്റെ പേരിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടായ മക്ക ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. ഇതിന്റെ പേരിലാണ് യുദ്ധങ്ങൾ ഉണ്ടായത്. ഇപ്പോഴും ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും ഈ വിശ്വാസത്തിന്റെ പേരിലാണ്. മുസ്ലിങ്ങളുടെ ഈ ഏകദൈവ വിശ്വാസം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. സഹോദരങ്ങളെ, അപ്പോ നമ്മൾ മാത്രമേ ഈ വിശ്വാസം കൊണ്ട് നടക്കാനുള്ളൂ, മുറുകെ പിടിക്കാനുള്ളൂ. എന്നാൽ നമ്മുടെ കൂട്ടത്തിലും പല ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അത് നമ്മൾ ഇനി എന്ത് പേര് വിളിച്ചാലും ഇതില്ല, വിരോധമില്ല. ചില ആൾക്കാർ അവതാരങ്ങളാണെന്ന് പറയും, ചില ആൾക്കാർ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയും, ചില ആൾക്കാർ മധ്യസ്ഥനാണെന്ന് പറയും, ചില ആൾക്കാർ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ്, ഔലിയാക്കളാണെന്ന് പറയും, ചില ആൾക്കാർ അമ്പിയാക്കളാണെന്ന് പറയും. അങ്ങനെ എന്തെല്ലാം പേരിട്ട് നമ്മൾ വിളിച്ചാലും അല്ലാത്ത വേറെ ആരോടെങ്കിലും ദുആ ചെയ്യുക എന്നത്, അല്ലാത്ത വേറെ ആരോടെങ്കിലും എന്തെങ്കിലും സഹായം ഭൗതികമായിട്ടല്ല കേട്ടോ, അഭൗതികമായി ചോദിക്കുക എന്നത് ഈ ആയത്തിനോടുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഈ ആയത്തിനെ ലംഘിക്കലാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് മുസ്ലിങ്ങളായ നമ്മളുടെ ഏത് സമയത്തെ ഏത് പ്രാർത്ഥനയിലും അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പങ്കുകാരനുമില്ല എന്ന കീർത്തനം എല്ലായിടത്തും കാണാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, ഈ നമസ്കാരം തന്നെ എടുത്തോ. നിസ്കാരം തുടങ്ങുന്നത് എങ്ങനെയാണ്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. നോക്കൂ, 2 സ്ഥലത്താണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല, പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. പിന്നെ ഫാത്തിഹ തുടങ്ങുകയാണ്. ഫാത്തിഹയിൽ ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞെന്ന് വിചാരിച്ചു, അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന കീർത്തനം ചൊല്ലും. തൊട്ടുടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അള്ളാഹു ഏകനാണ് എന്ന ദിക്ർ നമ്മൾ മുഴക്കാൻ തുടങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ വീണ്ടും അള്ളാഹു നമ്മളെ കൊണ്ട് പറയിക്കാണിത്. നിസ്കാരത്തിന് നമ്മൾ ഒളു കൊടുക്കും. ഒളു കൊടുത്ത് എന്ത് ചെയ്യും? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലെ? അവിടെയും പറയിക്കും നമ്മളെ കൊണ്ട്.
എന്താണ് പടച്ചവൻ ഇങ്ങനെ ആവർത്തിച്ച് ഞാൻ ഏകനാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയാൻ കാരണം, ആ കാരണം ഇതാണ്. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും സൂറത്ത് യൂസുഫിൽ ആയത്ത് ഇങ്ങനെയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് വെച്ചുകൊണ്ടാണ് വിശ്വസിക്കുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ അള്ളാഹുവിൽ ഈമാൻ കൊണ്ടിട്ടുള്ളത്. അള്ളാഹുവിൽ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, പടച്ചവനുണ്ടെന്നും പടച്ചവൻ ഏകനാണെന്ന് വരെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം അവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിലേക്ക് ശിർക്ക് വന്നിട്ടുണ്ട്. ഇത് പഠിപ്പിക്കാൻ വന്ന, ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരെ പോലും വെറുതെ വിട്ടിട്ടില്ല. അവരെ കാലശേഷം അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചാൽ എന്ത് ഗുണമുണ്ട് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഖുർആനിൽ പരിധി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖിയാമത്ത് വരെ ഈ പറഞ്ഞ ആരോടെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് അവർ ഉത്തരം തരുന്നത് നാളെന്ന് കാണട്ടെ എന്ന് അള്ളാഹ് വെല്ലുവിളിക്കുന്നുണ്ട്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖുർആനിലെ ആയത്താണ്. വമൻ അദല്ലു, ആരുണ്ട് വഴികെട്ടവൻ, ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്, മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കുന്നവനേക്കാൾ, മൻ ആരോട്, ലാ യസ്തജീബു ലഹു, അവന് ഉത്തരം നൽകാൻ ശേഷിയില്ലാത്തവനോട്, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിന്ന് ഒരേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും, ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് പടച്ചവൻ ആയുസ് കൊടുത്തു വിചാരിക്കുക ഖിയാമത്ത് നാൾ വരെ, അയാൾ ഖിയാമത്ത് നാൾ വരെ പ്രാർത്ഥിച്ചു, എന്നാലും ഉത്തരം കൊടുക്കൂല എന്ന്, കിട്ടൂല എന്ന്. വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വാദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർക്ക് ഉത്തരം തരാൻ കഴിയില്ല. കേൾക്കൂല, അത് വേറെ കാര്യം. നീ കേട്ടെന്ന് വിശ്വസിച്ചാലും സമ്മതിച്ചാലും ഉത്തരം കിട്ടൂല എന്നാണ്. ഇതാണ് അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ, ദുആഇന്റെ അവസ്ഥ, സഹായ തേട്ടത്തിന്റെ അവസ്ഥ. ഇനി അത് മരിച്ച് പരലോകത്ത് എന്നാലോ, പടച്ചവൻ ഒരുവിധം തെറ്റൊക്കെ പടച്ചവൻ വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കും, തൻ്റെ അടിമകൾക്ക് മുസ്ലിമിന് പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കാത്ത ഒരേ ഒരു തെറ്റേ ഉള്ളൂ മനുഷ്യന്, അത് അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തന്നിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ തന്നോട് വേറെ ആരെങ്കിലും പങ്കു ചേർക്കുന്നത് പടച്ചവൻ പൊറുക്കുകയില്ല തന്നെ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതെന്തും പടച്ചവൻ ഒരുപക്ഷെ താൻ ഉദ്ദേശിക്കുന്നവർക്ക്, തൻ്റെ മശീഅത്തുള്ളവർക്ക് പുറത്തു കൊടുത്തേക്കാം. വേറെ എല്ലാം അതിൻ്റെ താഴെ വരുള്ളൂ. ഏത് പാപവും നമ്മൾ വലുതെന്ന് വിചാരിക്കുന്നത് എന്തും അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് താഴെ വരൂ. മറ്റൊരായത്തിൽ ഇങ്ങനെയുണ്ട്, അമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, പടച്ചവനല്ലാത്ത വേറെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ, അവന് സ്വർഗം നിഷിദ്ധമാക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചവൻ ഖണ്ഡിതമായി പറഞ്ഞേക്കാണ്, അവന് സ്വർഗം നിഷിദ്ധമാകുന്നു. സഹോദരങ്ങൾ, അത്ര ഗൗരവമുള്ള വിഷയമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ്, ഇതുകൊണ്ടാണ് പടച്ചവൻ തെറ്റിപ്പോകരുത് എന്നതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് സദാസമയവും, ഫാത്തിഹയിൽ മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾ മുസ്ലിമും ചൊല്ലേണ്ട ഏത് കീർത്തനം എടുത്തു നോക്കിക്കോ, അതിലൊക്കെ ഇതാ ഉള്ളത്, ലാ ശരീക വഹ്ദഹു ലാ ശരീകല, വഹ്ദഹു ലാ ശരീകല, അവൻ മാത്രമേ ഉള്ളൂ, അവന് പങ്കുകാരില്ല, അവൻ മാത്രമേ ഉള്ളൂ, അവന് പങ്കുകാരില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കുന്നു പടച്ചവൻ. അല്ലെ, ഇതൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകളും കീർത്തനങ്ങളുമാണ്. നബിക്ക് ആരാ എത്തിച്ചു കൊടുത്തത്? ജിബ്രീൽ അലൈഹി സ്വലാം അള്ളാഹ് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്താണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ അധ്യാപനങ്ങളാണ്. എന്തുകൊണ്ട്? ഇക്കണ്ട കാലമത്രയും മനുഷ്യരെ നിരീക്ഷിച്ചിട്ട് പടച്ചവന് മനസ്സിലായത് അധികം ആളുകളും മുശ്രിക്കുകളാണ് എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ അത് രേഖപ്പെടുത്തിയത്. അത് നിങ്ങൾക്ക് സംഭവിക്കരുത്, അഥവാ നമുക്ക് ഈ ഉമ്മത്തിന് സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് ഈ പ്രതിജ്ഞ നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നത്. ഇതിന് വിരുദ്ധമായി നമ്മൾ ജീവിച്ചുകൂടാ. അള്ളാഹു ഇതനുസരിച്ച് ജീവിക്കാൻ, മരണസമയത്ത് മരണാനന്തരം പടച്ചവനെ കണ്ടുമുട്ടുമ്പോൾ ശിർക്കില്ലാതെ അവനോട് മാത്രം പ്രാർത്ഥിച്ച് തിരിച്ചു വന്നവരായി പടച്ചവനെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ആ സൂറത്ത് ഒന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ ഈ ഫാത്തിഹ സൂറത്ത് അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.